എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി നഗരസഭയിലെ 2025-30 കാലഘട്ടത്തേക്കുള്ള പുതിയ അധ്യക്ഷയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കൗൺസിൽ ഹാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 37 കൗൺസിലർമാരും അതോടൊപ്പം തന്നെ വരണാധികാരിയും എത്തിച്ചേർന്നു. 2 സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യ സ്ഥാനാർത്ഥിയുടെ പേര് ആലിസ് ഷിബു, തച്ചർപറമ്പ് വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുൻ നഗരസഭാ അധ്യക്ഷ കൂടിയായിട്ടുള്ള ആലിസ് ഷിബുവിന്റെ പേര് നിർദ്ദേശിച്ചത് തിരുമാന്താംകുന്ന് വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സൂസി സുനിലാണ്. ആ തീരുമാനത്തെ പിന്താങ്ങിയത് കോട്ട പെരിയച്ചിറ വാർഡിൽ നിന്നുള്ള റീന ഡേവിസ് ആണ്. ആ തീരുമാനത്തെ പിന്താങ്ങിയത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആലിസ് ഷിബു ആണ്. അതുപോലെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ചാലക്കുടി നഗരസഭ വാർഡ് 17 നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അൽഫോൺസ ചക്കയുടെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ARS ഫാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുൻ നഗരസഭാ അധ്യക്ഷ കൂടിയായിട്ടുള്ള ഉഷ പരമേശ്വരനാണ് അൽഫോൺസ ചക്കയുടെ പേര് നിർദ്ദേശിച്ചത്. ആ തീരുമാനത്തെ പിന്താങ്ങിയത് ചാലക്കുടി നഗരസഭ 25-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ബിന്ദു ശശികുമാറാണ്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പൊതുവെ UDFന്റെ സ്ഥാനാർത്ഥി ആലിസ് ഷിബു തെരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത. 22 കൗൺസിലർമാരാണ് UDFനുള്ളത്, 12 കൗൺസിലർമാര് LDFനും, 2 സ്വതന്ത്രന്മാരും, ഒരു NDA അംഗമാണ് ഉള്ളത്. എന്തായിരുന്നാലും UDF അംഗമായിട്ടുള്ള കോൺഗ്രസിൽ നിന്നുള്ള ആലിസ് ഷിബു നഗരസഭാ അധ്യക്ഷയെ തെരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത.